12ാം ക്ലാസ് ഫിസിക്സ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഭാഗം 1. ഹലോ പ്രിയ വിദ്യാർത്ഥികളെ, +2 CBSE സ്റ്റേറ്റ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഒന്നാമത്തെ വർഷം നിങ്ങൾ ധാരാളം പാഠങ്ങൾ പഠിച്ചു. മോഷൻ, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, സോളിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, ഓസിലേഷൻസ്, വേവ്സ്, ഇത്തരത്തിലുള്ള ധാരാളം പാഠങ്ങൾ നിങ്ങൾ ഒന്നാമത്തെ വർഷം നിങ്ങൾ പഠിക്കുകയുണ്ടായി. രണ്ടാമത്തെ വർഷത്തെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ 15 ചാപ്റ്റേഴ്സ് തന്നെ വീണ്ടും ഈ വർഷം പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം ഇലക്ട്രിക് ചാർജസുമായി ബന്ധപ്പെട്ട കുറച്ച് പാഠങ്ങളാണ്. ചാർജസ്, കപ്പാസിറ്റേഴ്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, പിന്നെ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ. എന്താണ് മാഗ്നറ്റിസം അഥവാ കാന്തികത എന്ന് നിങ്ങൾക്കറിയാം. ആ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട കുറച്ച് പാഠങ്ങളുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരെ. പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ പറ്റി നിങ്ങൾ പഠിക്കും. അതിനെ തുടർന്ന് നിങ്ങൾ റേ ഒപ്റ്റിക്സ്, ഏറ്റവും ഒടുവിൽ അവസാനത്തെ സെക്ഷനായിട്ട് നിങ്ങൾ അവസാനത്തെ പാഠത്തിൽ കുറച്ച് കാര്യങ്ങളോട് പഠിച്ച് ഈ വർഷത്തെ അധ്യയന വർഷം നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ആറ്റംസ്, ന്യൂക്ലിയസ്, കമ്മ്യൂണിക്കേഷൻ, ഇതുപോലുള്ള പാഠങ്ങളാണ് അവസാന ഭാഗത്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചാപ്റ്റർ തുടങ്ങുകയാണ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. നിങ്ങൾക്കറിയാം ചാർജസ് എന്താണെന്ന്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു സ്റ്റോറി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ സ്റ്റോറിയുടെ വില്ലൻ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഫിലോസഫറായിരുന്ന തെയിൽസിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. BC-യിൽ നടന്ന കാര്യമാണ്. ഇദ്ദേഹം ഒരു ഫിലോസഫറായിരുന്നു. ഇദ്ദേഹം ഫിലോസഫറായി ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരിക്കൽ കമ്പിളിയൊക്കെ മൂടി പുതച്ച് തണുപ്പുള്ള ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കൊതുക് അദ്ദേഹത്തെ കടിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് എന്താണ്? കമ്പിളി, വൂള്. അപ്പോൾ അങ്ങനെ കൊതുക് കടിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന് കുറച്ച് ചൊറിയാൻ തോന്നി. അയാളൊന്ന് ചൊറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചൊറിഞ്ഞത് എന്ത് വെച്ചാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കുറച്ച് ആംബർ ഉണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നത്? ആംബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കുന്തിരുക്കം. ആ കുന്തിരുക്കം വെച്ചാണ് കമ്പിളിയുടെ പുറത്തുകൂടി ഒന്ന് ചൊറിഞ്ഞത്. തുടർന്ന് ഈ ആംബറിനെ അദ്ദേഹം മേശപ്പുറത്ത് വയ്ക്കുകയും അവിടെ കുറച്ച് ബിറ്റ്സ് ഓഫ് പേപ്പർ, കുറച്ച് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ആ പേപ്പറിൻ്റെ കഷ്ണങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഈ ആംബറിൽ ഈ പേപ്പർ കഷ്ണങ്ങൾ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് ഇദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം ഒന്ന് ഞെട്ടിപ്പോയി. അദ്ദേഹം ഒരു ഫിലോസഫറാണ്, നിങ്ങൾ ഓർക്കണം. അദ്ദേഹം വേറെ രണ്ട് പരീക്ഷണമൊക്കെ ചെയ്തു നോക്കി. അതായത് ഈ സെയിം കാര്യം ഒരു ഇരുമ്പ് ഉപയോഗിച്ച് വൂളിൽ അദ്ദേഹം പരീക്ഷിച്ചിട്ട് ബിറ്റ്സ് ഓഫ് പേപ്പർ വെച്ചപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ആംബർ ബിറ്റ്സ് ഓഫ് പേപ്പർ വച്ച സമയത്ത് ഒട്ടിപ്പിടിക്കണമെങ്കിൽ വൂളിൽ നിന്നും എന്തോ നഷ്ടപ്പെട്ട് ആംബറിന് ലഭിക്കുകയും ആ എന്തോ ഒന്ന് കാരണമാണ് ബിറ്റ്സ് ഓഫ് പേപ്പർ ആംബറിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് അയാൾക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്, കുന്തിരിക്കത്തിൽ. ഓക്കെ, ആ എന്തോ ഒന്നിന് അദ്ദേഹം വിളിച്ച പേരാണ് ചാർജ് എന്ന് പറയുന്നത്. ചാർജ്. ഓക്കെ, അപ്പോൾ ചാർജ് പിന്നീട് ഇലക്ട്രോൺ, പ്രോട്ടോൺ ഒക്കെ കണ്ടുപിടുത്തത്തിലൂടെ കുറച്ചുകൂടി വ്യത്യസ്തമായ മേഖലയിലേക്ക് പിന്നീട് ഭാവിയിൽ കടക്കുകയുണ്ട്. ഇത് BC നടക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. പേരിൽ തന്നെയുണ്ട്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ചാർജസ് അറ്റ് റെസ്റ്റ്. നിശ്ചല അവസ്ഥയിലിരിക്കുന്ന ചാർജിനെ പറ്റിയിട്ടുള്ള പഠനത്തിന് വിളിക്കുന്ന പേരാണ് എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക്സ്. പേരിൽ തന്നെയുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, നിശ്ചലം. 3 രീതിയിൽ നമുക്ക് ഈ ചാർജസ് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു ബോഡിയെ ചാർജ് ചെയ്യാനായിട്ട് 3 മെത്തേഡ്സ് ഉണ്ട്. 3 മെത്തേഡ്സാണ്. ഒന്ന് ബൈ റബ്ബിങ് ഓർ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയും. 2 ബൈ കണ്ടക്ഷൻ, 3 ബൈ ഇൻഡക്ഷൻ. ഈ 3 രീതിയിൽ നമുക്ക് ഏതൊരു വസ്തുവിനെയും ചാർജ് ചെയ്യാനായി സാധിക്കും. പക്ഷെ ഓർക്കുക, നമ്മളിപ്പോൾ പ്രയോഗിച്ച മെത്തേഡ് ഇൻസുലേറ്റേഴ്സിനെ മാത്രമേ ചാർജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഏതാ? ചാർജിങ് ബൈ റബ്ബിങ് എന്ന് പറയുന്ന മെത്തേഡ്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ മെത്തേഡ്. ഈ റബ്ബിങ് മെത്തേഡിൻ്റെ വേറൊരു പേര് തന്നെയാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ കണ്ടക്ടേഴ്സിന് നമുക്ക് പറഞ്ഞ ബാക്കി 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കണ്ടക്ഷനും ഇൻഡക്ഷനും വഴി നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ നിങ്ങൾക്ക് ഡെസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നോട്ട്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ PDF രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓരോ പാഠത്തിന് ശേഷവും അത് പോസ്റ്റ് ചെയ്യുന്നതാണ്.
അടുത്തതായി അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടു രണ്ട് വസ്തുക്കൾ തമ്മിൽ ഇതുപോലെ ഉറച്ച സമയത്ത് എന്തുണ്ടായി? അവിടെ ചാർജ് ഉണ്ടായി. ആ വൂളിൻ്റെയും ആംബറിൻ്റെയും കഥ ഞാൻ എടുക്കുകയാണ്. വൂളിൻ്റെയും ആംബറിൻ്റെയും കഥ എടുത്ത സമയത്ത് നമുക്ക് മനസ്സിലായി ഈ ആംബർ വൂളിൽ ഉരച്ചിട്ട് സമയത്താണ് ബിറ്റ്സ് ഓഫ് പേപ്പർ ഒട്ടി പിടിക്കുന്നത് അല്ലേ? അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ വൂളിൽ നിന്നും എന്തോ നഷ്ടപ്പെട്ട് ആംബർ ലഭിക്കുന്നു. അത് കാരണം ബിറ്റ്സ് ഓഫ് പേപ്പർ ഒട്ടിപ്പിടിക്കുകയാണ്. അതുകൊണ്ട് ആ വൂളിന് നമ്മൾ പോസിറ്റീവ് ചാർജ് എന്ന് പറയും, ആംബറിന് നമ്മൾ നെഗറ്റീവ് ചാർജ് ലഭിച്ചു എന്ന് പറയും. എവിടെ നിന്നാണോ നഷ്ടപ്പെടുന്നത് അത് പോസിറ്റീവ് ആവും, എവിടെ നിന്നാണോ ലഭിക്കുന്നത് ചാർജ് ലഭിക്കുന്നത് അത് നെഗറ്റീവ് ചാർജായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് വൂളും ആംബറും. ഇനി കുറച്ച് എക്സാമ്പിൾസാണ് നിങ്ങൾക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ രണ്ട് കോളംസ് നിങ്ങൾ കാണാം നിങ്ങൾക്ക് അല്ലേ? ഏതൊക്കെയാണ്? ഗ്ലാസും സിൽക്കും. അതായത് ഗ്ലാസ് സിൽക്ക് ഉരയ്ക്കുന്ന സമയത്ത് സിൽക്കിലാണ് ഒട്ടിപ്പിടിക്കുന്നത്. അതുകൊണ്ട് സിൽക്കിന് നെഗറ്റീവ് ചാർജ്, ഗ്ലാസ്സിന് പോസിറ്റീവ് ചാർജ്. വൂൾ ആംബർ ഞാൻ പറഞ്ഞു. അതുപോലെ വൂൾ എബനൈറ്റ്, വൂൾ പ്ലാസ്റ്റിക്. ഇനി എബനൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജായിട്ട് വരേണ്ടത് പോളിത്തീൻ. ഡ്രൈ ഹെയർ കോം നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഡ്രൈ ഹെയർ കോം. കുഞ്ഞിലേക്ക് നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉണങ്ങിയ തലമുടിയിൽ ചീപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഉരച്ചതിന് ശേഷം, അല്ലെങ്കിൽ ചീപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലും ഉപയോഗിക്കാം. സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ ഉരച്ചതിന് ശേഷം നിങ്ങൾ വയ്ക്കുമ്പോൾ അതിൽ പേപ്പർ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. എന്ത് മനസ്സിലായി? ഈ ഡ്രൈ ഹെയറിൽ നിന്നും ചാർജ് നഷ്ടപ്പെട്ട് എവിടെ ലഭിക്കുകയാണ്? ഈ കോമ്പിൽ അല്ലെങ്കിൽ സ്കെയിലിൽ ലഭിക്കുകയാണ്. അപ്പം നഷ്ടപ്പെടുന്നത് കാരണം ഡ്രൈ ഹെയറിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു, ലഭിക്കുന്നത് കാരണം കോമ്പിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുകയുണ്ടായി. ഇതാണ് ഇതിനകത്തുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷനും ചാർജിങ് ബൈ ഇൻഡക്ഷനും എന്താണ്? വാട്ട് ഈസ് ചാർജ് ബൈ കണ്ടക്ഷൻ? ചാർജ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ചാർജ്ഡ് ബോഡിയെ നമ്മൾ അൺചാർജ്ഡ് കണ്ടക്ടറിന് അടുത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ ചാർജ് ഫ്ലോസ് ഫ്രം ചാർജ്ഡ് ബോഡി ടു ദി അൺചാർജ്ഡ് ബോഡി. മനസ്സിലായോ? ഒരു ചാർജ്ഡ് ബോഡിയെ, ചാർജുള്ള വസ്തുവിനെ നമ്മൾ അൺചാർജ്ഡ് കണ്ടക്ടറിനടുത്തേക്ക് വെച്ചാൽ തീർച്ചയായും ചാർജ്ഡ് ബോഡിയിൽ നിന്ന് അൺചാർജ്ഡ് ബോഡിയിലേക്ക് അതിൽ നിന്നും ചാർജസ് ഒഴുകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല. ഇൻഡക്ഷനെ പറ്റി കുറച്ചുകൂടി വിശദമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് ഇൻഡക്ഷൻ ചോദിച്ചാൽ, ചാർജ്ഡ് ബോഡിയെ നമ്മൾ അൺചാർജ്ഡ് ബോഡിയിൽ വിത്തൗട്ട് ടച്ചിങ് അതിനെ തൊടാതെ വയ്ക്കുകയാണെങ്കിൽ അവിടെ അൺചാർജ്ഡ് കണ്ടക്ടർ which is near to the charged body gets oppositely charged. അതിൻ്റെ അടുത്ത് വയ്ക്കുന്നതിന് ഓപ്പോസിറ്റ് ചാർജ് ലഭിക്കുന്നു. ഇപ്പോൾ ഈ ബോഡി, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തു പോസിറ്റീവ് ആണെന്ന് സങ്കല്പിക്കുക. ഈ വസ്തു അൺചാർജ്ഡ് ബോഡി ആണെങ്കിൽ ഞാൻ ഇതിനേക്ക് അടുത്തേക്ക് വയ്ക്കുമ്പോൾ ഇതിന് അടുത്ത്, അതായത് ഈ ഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജസ് ഉണ്ടാകുകയും അത് അപ്പുറത്തെ എൻഡിൽ, അതായത് ഈ ഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജസ് ഉണ്ടാകുകയും ചെയ്യുകയാണ്. ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം ഒരിക്കൽ കൂടി ഞാനത് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ കാണുന്നത് ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡിയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ ഒരു അൺചാർജ്ഡ് ബോഡി വയ്ക്കുകയാണെങ്കിൽ, കണ്ടോ തൊട്ടിട്ടില്ല, വയ്ക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഓപ്പോസിറ്റ് ചാർജസും, ഇതാണ് ഫാർദർ എൻഡ്, ഇവിടെ സെയിം ടൈപ്പ് ചാർജസ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ഇൻഡ്യൂസ്ഡ് എന്നൊക്കെ പറയത്തില്ലേ, ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇലക്ട്രോസ്കോപ്പ്. എന്താ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ഡിവൈസ് യൂസ് ടു ഡിറ്റക്ട് ദ ചാർജ് ഓൺ എ ബോഡി. ഒരു വസ്തുവിൽ ചാർജ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു കാണും ഈ ഒരു ഫിഗർ. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ, 8ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ ഫിഗർ. കണ്ടോ? ഒരു മനോഹരമായ ഒരു പെട്ടിയൊക്കെ ഞാൻ എടുത്തു. ഗ്ലാസ് വിൻഡോയാണ് ഇവിടെ. ഇതിനകത്ത് ഒരു മെറ്റൽ നോബ് വഴി ഒരു മെറ്റൽ റോഡ് ഞാൻ ഇറക്കിയിരിക്കുകയാണ്. ഒരു റബ്ബർ വച്ച് ഞാനത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ടോ? ഇതിലിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വച്ചിരിക്കുന്ന ഇതിന് അറ്റത്തായിട്ട് ഞാൻ ഗോൾഡ് ലീവ്സ് ഇങ്ങനെ വച്ചിരിക്കുകയാണ്. കണ്ടോ? അപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ചാർജ് ഓൺ എ ബോഡി. ഒരു വസ്തുവിലെ
ചാർജ് ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇതൊരു മെറ്റലാണ് സങ്കല്പിക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന പേന മെറ്റലാണ് സങ്കല്പിക്കുക. ഞാൻ ഈ മെറ്റൽ നോബിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ്. കണ്ടോ, വയ്ക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, ഈ കാണുന്ന ഗോൾഡ് ലീഫ്, ഇങ്ങനെ ഇരുന്ന ഗോൾഡ് ലീഫ് കണ്ടോ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതായിട്ട്, രണ്ട് സൈഡിലേക്ക് ഡൈവേർജ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടായിരിക്കാം? വേറൊന്നും കൊണ്ടല്ല, ഈ മെറ്റൽ പീസിൽ ചാർജ് ഉണ്ടായിരുന്നു. ആ ചാർജ് ഞാനിവിടെ മെറ്റൽ നോബിൽ വയ്ക്കുമ്പോൾ ഈ ചാർജസ് ഈ മെറ്റൽ റോഡ് വഴി താഴേക്ക് പ്രവഹിക്കുകയും അവസാനം അത് ഗോൾഡ് ലീഫിലെത്തുകയും, ഒരേ ചാർജ് അല്ലേ, ഒരേ ചാർജ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം അട്രാക്ട് ചെയ്തിൽ റിപ്പിൽ ചെയ്യും അല്ലേ. അപ്പോൾ ഈ പറയുന്ന സാധനം ഗോൾഡ് ലീഫ് രണ്ട് സൈഡിലേക്കായിട്ട് റിപ്പിൽ ചെയ്തതാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഓക്കെ, ഇതാണ് ഗോൾഡ് ലീഫ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പല പരീക്ഷകൾക്കും ഈ ഒരു ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? 3 പ്രത്യേകതകളുണ്ട്, 3 പ്രോപ്പർട്ടീസ് ഉണ്ട് ഇലക്ട്രിക് ചാർജിന്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടി. അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം എടുക്കുകയാണ്. നമ്മൾ ഫിസിക്സിനകത്തും കെമിസ്ട്രിക്കകത്തും സിസ്റ്റം എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു പ്രക്രിയയും ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റത്തിനകത്ത് എൻ ചാർജസ്, ഇഷ്ടംപോലെ ചാർജസ് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് Q1, നമ്മൾ ചാർജിനെ എന്തെന്നാണ് വിളിക്കുന്ന ആ സിമ്പൽ Q അല്ലേ. ചാർജിൻ്റെ യൂണിറ്റ് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, ഏതാ? കൂളോം. ഓക്കെ, അപ്പോൾ Q1, Q2, Q3 അങ്ങനെ Qn ചാർജസ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആകെത്തുക അല്ലേ. ഏതാ? Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര അപ് ടു Qn. ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ കൺസർവേഷൻ. എന്താ ഇലക്ട്രിക് ചാർജിൻ്റെ കൺസർവേഷൻ എന്ന് പറയുമ്പോൾ പണ്ടേ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കൺസർവേഷൻ. ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ. ചാർജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൽപ്പാദിപ്പിക്കാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസേർവ്ഡ്. ഒരു സിസ്റ്റത്തിനകത്തുള്ള മൊത്തം ചാർജസ് എല്ലായ്പ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇൻ ദി യൂണിവേഴ്സ് ചാർജ് ഓഫ് എനി ബോഡി ഈസ് ആൻ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ഇ. ഈ ഭൂമിയിലുള്ള ഏതൊരു വസ്തുവിലും ചാർജ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഇലക്ട്രോണിൻ്റെ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിരിക്കും. ഞാൻ ഈ എടുക്കുന്ന ഈ പേനയിൽ ചാർജ് ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇതിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഒരു വാല്യൂ ഉണ്ടല്ലോ. എത്ര ഇലക്ട്രോണിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻⁹ കൂളോമാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, നോട്ട് 1.5. മനസ്സിലായില്ലേ? 1.6 × 10⁻⁻⁹ എന്ന വാല്യൂവിനെ ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്യാം, 2 തവണ മൾട്ടിപ്ലൈ ചെയ്യാം, 3 തവണ മൾട്ടിപ്ലൈ ചെയ്യാം, 4 തവണ മൾട്ടിപ്ലൈ ചെയ്യാം, 4.5 തവണ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ചാർജ് ഇല്ല ഒരിക്കലും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് Q = +or - Ne, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ Q = Ne. Q എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ, N എന്ന് പറയുന്നത് അവിടുത്തെ ഇൻറ്റിജർ, E എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ്. ഓക്കെ, therefore 1 E 2 E 3 is possible, not 1.5 E is not 1.5 E is not possible. ഒരിക്കലും പോസിബിൾ അല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പിടികിട്ടിയല്ലോ. ഇനി നമ്മൾ ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആ കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കൂളോംസ് ലോ അല്ലെങ്കിൽ കൂളോംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കൂളോംസ് ലോ. കൂളംബ് കേട്ടിട്ടുണ്ടല്ലോ. ആരാ കൂളംബ്? ചാർജ്. ഓക്കെ, കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ കൂളോംസ് ലോ. ഓക്കെ, ചാർജിൻ്റെ യൂണിറ്റൊക്കെ ഈ പറയുന്ന മഹത് വ്യക്തിയുടെ പേരിലാണ്, കൂളോമിൻ്റെ പേരിലാണ്.
എന്താണ് കൂളോംസ് ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഞാനത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. കൂളോംസ് ലോ, 2 ചാർജസ് ഇവിടെ ഇരിപ്പുണ്ടേ, കാണാം നിങ്ങൾക്ക്, കണ്ടോ? ഇതൊരു ചാർജാണ്. ആ ചാർജ് നമുക്കൊരു പേര് കൊടുക്കാം. എന്ത് കൊടുക്കാം? Q1 എന്ന് കൊടുക്കുകയാണ്. ഇപ്പുറത്ത് വേറൊരു ചാർജ് ഇരിപ്പുണ്ട്. ഈ ചാർജ് ഞാൻ വേറൊരു പേര് കൊടുക്കുകയാണ്, Q2. ഓക്കെ, ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. R എന്ന ഡിസ്റ്റൻസിൽ ഞാനത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂളോം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഇങ്ങനെ 2 ചാർജസ് ഉണ്ട്, കണ്ടോ? ഏതൊക്കെ ചാർജസ് ഇവിടെ ഉള്ളത്? Q1 എന്ന ചാർജും ഉണ്ട്, Q2 എന്ന ചാർജും ഉണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് 2 സ്റ്റേഷനറി പോയിന്റ് ചാർജസ് ആണ് ഈ പറയുന്ന Q1 ഉം Q2. അവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? നിങ്ങൾക്കറിയാം, 2 കാന്തം ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ കാന്തത്തിനിടയിൽ ഒരു ബലം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ 2 ചാർജസ് ഇരിപ്പുണ്ടെങ്കിൽ ഈ ചാർജസിനിടയിൽ ഒരു ബലം ഉണ്ടാവും. ആ ബലത്തിന് വിളിക്കുന്ന പേരാണ് എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൂളോം പറഞ്ഞ വേറൊന്നുമില്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്റ്റേഷനറി പോയിന്റ് ചാർജസ്. 2 സ്റ്റേഷനറി പോയിന്റ് ചാർജസ്. ഈ സ്റ്റേഷനറി പോയിന്റ് ചാർജസ് ആണ് ഞാനിവിടെ കാണിച്ച ഈ Q1 Q2. ഓക്കെ, അതെന്തായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു product of their charges, that is Q1 Q2, and inversely proportional to square of the distance between them, that is R square. പിടികിട്ടിയോ? ഞാൻ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും പറഞ്ഞേ. എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്റ്റേഷനറി പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നേർ അനുപാതത്തിലായിരിക്കും. എന്തിന് നേർ അനുപാതത്തിലായിരിക്കും? അവയുടെ പ്രോഡക്റ്റ് ഇല്ലേ, ഗുണനഫലത്തിന്. പ്രോഡക്റ്റ് ഓഫ് എന്തിൻ്റെ ഗുണനഫലത്തിൽ? മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ചാർജ്. ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിനൊരു വാല്യൂ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുക. മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദ ചാർജസ്. പിന്നെ എന്തിന്? ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, വിപരീത അനുപാതത്തിലായിരിക്കും. എന്തിന്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു square of the distance between them. Okay, square of the distance between them. Okay, ഇതാണ് R സ്ക്വയർ ആണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അതിന് വിപരീത അനുപാതത്തിലും ആയിരിക്കുമെന്ന്. ഇതാണ് ആര് പറഞ്ഞത്? കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ. അപ്പോൾ ഒരിക്കലും പറയാമോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ്, ദാറ്റ് ഈസ് Q1 and Q2 ഈസ് directly proportional to product of the magnitudes of the charges, that is Q1 and Q2, and inversely proportional to the square of the distance between them. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച്, അപ്പോൾ നമ്മൾ അറിയാം ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിലും കുറച്ച് മാത്തമാറ്റിക്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഫിസിക്സുമായി ബന്ധപ്പെട്ട. ഈ പ്രൊപ്പോർഷനെ മാറ്റാനായിട്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ആണ് അല്ലേ? ഞാൻ എഴുതുകയാണ് കേട്ടോ. എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എനി മീഡിയം, ഏതൊരു മീഡിയം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം, ആ മീഡിയം അല്ല, ഈ ചാർജസ് സഞ്ചരിക്കുന്ന മാധ്യമത്തിനെ വിളിക്കുന്ന പേരാണ് മീഡിയം എന്ന് പറയുന്നത്. സോ എഫ് മീഡിയം ഈസ് ഈക്വൽ ടു, നമുക്കറിയാം പ്രൊപ്പോർഷനെ മാറ്റണമെങ്കിൽ അവിടെ സാധാരണ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എന്താ? ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലേ? ഞാനിവിടെ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് 1/4 പൈ എപ്സിലോൺ. കണ്ടോ, നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന വാക്കാണ് എപ്സിലോൺ. 1/4 പൈ എപ്സിലോൺ Q1 Q2 ബൈ R സ്ക്വയർ. എപ്സിലോൺ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മിസ്റ്റർ എപ്സിലോൺ എന്താണ് പേര്? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി. ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ചാർജിനെ പെർമിറ്റ് ചെയ്യേണ്ട കഴിവാണെന്നല്ലേ? തെറ്റാണ്. ആ പ്രത്യേക മീഡിയത്തിൽ ചാർജസിന് റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്സ് കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ആ ചാർജസിനെ കടത്തിവിടാനുള്ള കഴിവല്ല, ആ ചാർജസിനെ എത്രത്തോളം അത് റെസിസ്റ്റ് ചെയ്യുന്നു, ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണേ, എപ്സിലോൺ എന്ന
പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് എപ്സിലോൺ 0 ആൻഡ് എപ്സിലോൺ ആർ. പുതിയ ആൾക്കാരാണെന്നല്ലോ, ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫോമിൽ എങ്ങനെ എഴുതാം നമുക്ക്? എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എന്ത് പറയാം? 1/4 എപ്സിലോൺ 0 എപ്സിലോൺ ആർ Q1 Q2 ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ പരിചയപ്പെടുത്തുകയാണേ. ഇതിൽ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് എയർ എന്ന് വേണമെങ്കിലും പറയാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. എന്താണെന്ന് ഇവിടെ കിട്ടി കാണുമല്ലോ. ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ എയറിൽ ഈ പറയുന്ന ചാർജസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, എപ്സിലോൺ ആറിലോട്ട് ഞാൻ വരാം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഫോർ എയർ എടുക്കുകയാണെങ്കിൽ, വായു അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എടുക്കുകയാണെങ്കിൽ ഈ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 അതുകൊണ്ട് നമ്മുടെ ഫോമുല ഇപ്രകാരമാണ് എഴുതുന്നത്. എഫ് എയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും പറഞ്ഞോ? യെസ്, 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഈ ഒരു ഫോർമുലയാണ് നിങ്ങൾ നിങ്ങളുടെ പല ചോദ്യങ്ങളിലും പലയിടങ്ങളിലും നിങ്ങൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്ന ഫോർമുല, എയറിൻ്റെ കണ്ടീഷൻ. ഓക്കെ, ഇനി ഞാൻ എപ്സിലോൺ ആറിനെ പിണക്കുന്നില്ല, എപ്സിലോൺ ആറിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്താണ് എപ്സിലോൺ ആർ? ഇതിൽ നിങ്ങൾക്കൊരു റേഷ്യോ പോലെ പറയാൻ പറ്റൂലേ? എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുക? എപ്സിലോൺ ബൈ എപ്സിലോൺ 0. കണ്ടോ എന്താ അത്? എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് ഓർ എയർ. Therefore, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ എയർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനൊരു പേരിട്ട് കൊടുക്കുകയാണ്. ഈ എപ്സിലോൺ ആറിന് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അല്ലെങ്കിൽ ഒരു പേരുണ്ട്, ഇതാണ് നിങ്ങൾ അടുത്ത പാഠങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പേര്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. എന്ത് പറയും? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഓഫ് ദ മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ വാക്യൂം ഇൻ എയർ എന്നൊക്കെ പറയാം. ഈ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എല്ലാ മീഡിയത്തിനും സെയിം അല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എയറിൻ്റെ കാര്യത്തിൽ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വാല്യൂ 1. ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോൾ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം. ഓക്കെ, എപ്സിലോൺ എപ്സിലോൺ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ, EPSILON എപ്സിലോൺ. കണ്ടോ, നിങ്ങൾക്ക് ഗ്രീക്ക് ലെറ്റർ കൂടി പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഫിസിക്സ് പഠിച്ചത് കാരണം. ഇനി ഒരു ചെറിയൊരു റിലേഷനും കൂടി ഞാൻ പറയുകയാണ്. ഇത് നിങ്ങൾ കണ്ടായിരുന്നോ? എഫ് എയറിൻ്റെ ഡെഫിനിഷൻ, എഫ് മീഡിയത്തിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കണ്ടല്ലേ? ഞാൻ അത് ഈ ഒരു രണ്ട് റിലേഷനും ഒന്ന് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് കാണാം, ഈ രണ്ട് ഇക്വേഷൻസ്. എഫ് മീഡിയം ഈസ് ഈക്വൽ ടു കാണാമോ നിങ്ങൾക്ക്? എന്താ? 1/4 എപ്സിലോൺ ആർ എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇതിൽ 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ, അതായത് എപ്സിലോൺ ആർ ഒഴിച്ചുള്ള ബാക്കി എത്രയും സംഭവങ്ങൾ എവിടെ വരുന്ന ഫോമുലയിലാണ്? എഫ് എയറിലുള്ളതാണ് അല്ലേ? സോ എഫ് എയർ. അപ്പോൾ ഇനി ബാക്കി മിച്ചം എന്തുണ്ട്? ബൈ എപ്സിലോൺ ആർ. കണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണിത്. എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? എഫ് മീഡിയം എന്ന് പറയുന്നത്, ഇഫ് ദി എയർ മീഡിയം ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് റീപ്ലേസ്ഡ് ബൈ എനി മീഡിയം, what change can you expect in the electrostatic force? From this formula, F medium is equal to F air by epsilon r. കണ്ടോ, F medium is not equal to F air. F medium എന്ന് പറയുന്നത് F air തുല്യമല്ല, ഒരു ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. അതായത് 1/എപ്സിലോൺ ആർ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഞാനത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ എപ്സിലോൺ ആർ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്ത് മനസ്സിലായി? ദ ഫോഴ്സ് ഡിക്രീസ്ഡ് ബൈ എപ്സിലോൺ ആർ ടൈംസ്. മനസ്സിലായോ നിങ്ങൾക്ക്? എയറിലൊരു വസ്തു ഇരിക്കുകയാണ്, ആ എയറിലിരിക്കുന്ന രണ്ട് ചാർജസിനെ ഞാൻ വേറൊരു മീഡിയത്തിലോട്ട് വച്ചാൽ അതിൻ്റെ ഫോഴ്സ് എപ്സിലോൺ ആർ ടൈംസ് കുറയും എന്നുള്ള കാര്യമാണ് നിങ്ങളിതിനകത്ത് പഠിച്ച കാര്യം. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ
കുറച്ചുകൂടി വ്യത്യസ്തങ്ങളായുള്ള കാര്യങ്ങൾ പഠിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്, ഡൈപോൾ, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ലെക്ചറിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തത് നമ്മൾ ഒന്ന് പറയാമോ? ഫസ്റ്റ് നമ്മൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ച കാര്യം എന്ന് പറഞ്ഞത് ചാർജസ്. അവിടെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് നമ്മൾ പരിചയപ്പെട്ട ആരാണ്? തെയിൽസ്. പിന്നെ ചാർജിങ് 3 രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് 3 രീതിയാണ് ചാർജിങ് ചെയ്യാൻ്റെ 3 മെത്തേഡ്സ്? ഒന്ന് ചാർജിങ് ബൈ റബ്ബിങ് ഓർ ഫ്രിക്ഷൻ. 2 ഇത് ഇൻസുലേറ്റേഴ്സിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. 2 ചാർജിങ് ബൈ കണ്ടക്ഷൻ, നേരിട്ട് കണ്ടക്ടറിനെ കൊണ്ടുവച്ചാൽ മതി. 3 ഇൻഡക്ഷൻ. ഓക്കെ, കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്താണ്? നേരിട്ട് നമുക്ക് 2 സാധനങ്ങൾ തൊടാൻ പറ്റത്തില്ല. ആ ചാർജുള്ള വസ്തു ചാർജില്ലാത്ത വസ്തുവിൻ്റെ അടുത്ത് വച്ചാൽ മതി. ഡ്യൂ ടു ഇൻഡക്ഷൻ ചാർജ് അങ്ങോട്ട് കൈമാറ്റപ്പെടും. അടുത്ത് പഠിച്ചത് നമ്മൾ 3 പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ചാർജസിൻ്റെ 3 പ്രോപ്പർട്ടീസ്. എന്തൊക്കെ 3 പ്രോപ്പർട്ടീസാണ് പഠിച്ചത്? ഒന്നാമത്തെ പ്രോപ്പർട്ടി അഡിറ്റീവ് പ്രോപ്പർട്ടി അല്ലേ. ഒരു സിസ്റ്റത്തിനകത്ത് ഇഷ്ടംപോലെ ചാർജസ് ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ സമ്മായിരിക്കും അവിടെയുള്ള ടോട്ടൽ ചാർജ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പ്രോപ്പർട്ടി. ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി ആണോ? അല്ല, ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി. എന്താ ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? Q = Ne. ഒരു വസ്തുവിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ വാല്യൂവിൻ്റെ ചാർജിൻ്റെ ഇൻഡിജർ മൾട്ടിപ്ലൈ ആയിരിക്കും. എന്നിട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ പഠിച്ചു 2 ചാർജസ് ഇരിപ്പുണ്ട്, Q1 ഉം Q2 ഉം എങ്കിൽ അതിനിടയിൽ ഡിസ്റ്റൻസ് R ആണെങ്കിൽ അവിടെ നമ്മൾ പ്രയോഗിച്ച ലോ ആണ് കൂളോംസ് ഇൻവേഴ്സ് കർവ് ലോ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ കൂളോംസ് ലോ ഓർ കൂളോംസ് ഇലക്ട്രോസ്റ്റാറ്റിക് ലോ. എന്താണെന്ന് പഠിച്ചു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്റ്റേഷനറി പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, എന്നിട്ട് നമ്മൾ പഠിച്ചു എഫ് മീഡിയം എന്ന് പറയുന്നത് ആ പ്രൊപ്പോർഷനെ മാറ്റാൻ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചു 1/4π എപ്സിലോൺ Q1 Q2/r². ഇനി എപ്സിലോണിൻ്റെ ഒരു വാല്യൂ ഉണ്ട്, ε0/εr. ആ വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഫോർമുല 1/4π ε0 Q1 Q2/r². ഇനി എയർ ആണെങ്കിൽ ε0ൻ്റെ വാല്യൂ 1 ആണ്. സോ 1/4π ε0 Q1 Q2/r² എന്ന് നമുക്ക്